ഹലോ ഗായ്സ്, ഇറ്റ്സ് മീ നോവ. ഞാൻ നിങ്ങളുടെ പുതുതായിട്ടൊരു ഗെയിമിനെ പരിചയപ്പെടുത്താനായിട്ടാണ് ഇന്ന് വന്നേക്കുന്നത്. നിങ്ങൾക്ക് ബാറ്റിൽ റോയൽ ഗെയിംസൊക്കെ കളിച്ച് ബോറടിച്ചിരിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു കിഡിലൻ സ്റ്റോറി മോഡ് ഗെയിം കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ മൊബൈലിലുള്ളിൽ തന്നെ വെച്ചിട്ട് ഒരു ബെസ്റ്റ് ആയിട്ടുള്ള നല്ല കിഡിലൻ ഗ്രാഫിക്സ് ആനിമേഷനൊക്കെ വെച്ചിട്ടുള്ള ഒരു കിഡിലൻ ഗെയിമാണ് ഈ ഗെയിം എന്ന് പറയുന്നത്. നമ്മുടെ പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ്. പക്ഷേ ഇതൊരു പെയ്ഡ് വെർഷൻ ഗെയിമാണ്. ഇതിൻ്റെ ഫ്രീ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. നിങ്ങൾക്ക് ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. അറൗണ്ട് 2.5 GB ഈ ഒരു ഗെയിമിൻ്റെ സൈസ് എന്ന് പറയുന്നത്. അപ്പോൾ ലോ എൻഡ് ഡിവൈസുകാരുടെ കാര്യം കളിക്കാനെടുത്തൊരു പാടാണ്, കാരണം ഇത്രയും നല്ല ഗ്രാഫിക്സ് കൂടിയ സാധനമാണ്. ഒരു PC ലെവൽ ഗ്രാഫിക്സ് ഉള്ള ഒരു കിഡിലും ഗെയിമാണ്. ഓക്കെ, നമുക്ക് ടൈം വേസ്റ്റ് ചെയ്യാൻ വീട്ടിലേക്ക് വരാം. ആദ്യം തന്നെ നമുക്ക് ഇൻട്രൊഡക്ഷനാണ് കാണിച്ചിട്ടുള്ളത്. ഈ ഒരു ഇൻട്രൊഡക്ഷനിൽ കൂടുതൽ ഞാൻ ഒന്നും പറയേണ്ടതില്ല. ഇതിൽ ഇംഗ്ലീഷ് സബ്ടൈറ്റിൽ ഉള്ളതുകൊണ്ട് നിങ്ങൾ എന്നെ ഒന്ന് വായിച്ച് മനസ്സിലാക്കിയാൽ തന്നെ ധാരാളമായിരിക്കും. ഇപ്പോൾ എൻ്റെ ഒരു ഡിവൈസിൽ തന്നെ അത്യാവശ്യം ക്രാഷോടുകൂടിയാണ് ഈ ഒരു ഗെയിം റണ്ണാവുന്നത്. അതുകൊണ്ടാണ് ഞാൻ ലോ എൻഡ് ഡിവൈസുകാർക്ക് ഈ ഒരു ഗെയിം പ്രിഫർ ചെയ്യാത്തത്. ഇത്തിരി ഹൈ എൻഡ് ഡിവൈസ് ഉള്ളവരും ഒരു മിഡ് റേഞ്ച് ഡിവൈസൊക്കെ ഉള്ളവർക്കും ഗ്രാഫിക്സൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കളിക്കാവുന്നതാണ് കേട്ടോ. ഓക്കെ, ഈ ഒരു ക്യാരക്ടറിൽ ഈ ഒരു ഫീമെയിൽ ക്യാരക്ടറാണ് നമ്മുടെ കഥയിൽ എൻ്ററായിട്ട് നമ്മളെ ലീഡ് ചെയ്ത് കൊണ്ടുപോകാൻ പോകുന്നത്. അപ്പം പുള്ളിക്കാരത്തി ഒരു ഏജൻ്റാണ്. രാവിലെ കിടന്നുറങ്ങിയിട്ട് എണീക്കാറാവുന്ന സമയത്ത് ഒരു കോള് വരുവാണ്. അപ്പം ഈ ഒരു കോൾ ചെയ്യുന്നതെന്ന് പറയുന്നത് ഒരു ന്യൂ കാസ്റ്റർ എന്നും പറഞ്ഞുകൊണ്ട് ഒരു HQ ഓഫീസറാണ്. നമ്മുടെ കഥാപാത്രത്തിൻ്റെ പേര് ഷെലിയ എന്നാണ് കേട്ടോ. അപ്പം ഈ ഒരു പുള്ളിക്കാരൻ വിളിച്ചിട്ട് ഷെലിയോട് പറയുവാണ്, ഇന്ന് ഓഫായിട്ട് നിന്നെ ഡിസ്റ്റർബ് ചെയ്തതിൽ ക്ഷമിക്കണം, പക്ഷെ നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മിഷൻ വന്നിട്ടുണ്ട്. അതായത് HQവിൽ വേറെ മെമ്പേഴ്സ് ആരും ഇപ്പം ഈ ഒരു മിഷൻ ചെയ്യാനായിട്ടില്ല. നീ ഇത്ര അർജൻറ്റായിട്ട് ഈ ഒരു മിഷൻ ചെയ്തേ പറ്റുള്ളൂ എന്ന് പറയാം. അപ്പം ഈ ഒരു സിറ്റുവേഷനിൽ എന്ത് തരം മിഷനാണെന്നുണ്ടെങ്കിലും കുഴപ്പമില്ല, ഹാൻഡിൽ ചെയ്യാമെന്ന് പറയും. അപ്പോൾ പുള്ളി പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അബ്നോർമൽ ആയിട്ടുള്ള ഒരു വെതർ കണ്ടീഷൻ ഇവിടെ ഫോളോയിങ് ആയിട്ട് വരുവാണ്. എന്ന് പറഞ്ഞാൽ സ്റ്റോം, ഒരു ഹെവി ആയിട്ടുള്ള ഒരു റാൻഡം സ്റ്റോം വരുവാണ്. അപ്പോൾ അങ്ങനെ ആ ഒരു സ്റ്റോം വരുന്ന സ്ഥലത്താണെങ്കിൽ പറഞ്ഞ കണക്ക് നമ്മുടെ ഓപ്പണൻ്റ് ആയിട്ടുള്ള കുറച്ച് പട്ടാളക്കാരൊക്കെ ക്യാമ്പ് ചെയ്യുന്നുണ്ട് അവിടെ എന്തൊക്കെ ചെയ്യുകയാണ്. അപ്പം നീ ഒന്ന് അവിടെ പോയിട്ട് ഒന്ന് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യണം. അവിടെ അസൈൻ ചെയ്തിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കിയിട്ട് ആ ക്യാമ്പ് ചെയ്തിരിക്കുന്നവരെ എലിമിനേറ്റ് ചെയ്തിട്ട് അതിന് ആ ഒരു വെതർ ചേഞ്ചിന് എന്താണ് അവിടെ കാരണം എന്നുള്ളത് കണ്ടുപിടിക്കണമെന്നുള്ളത്. അപ്പം അതാണ് നമ്മുടെ ടാസ്ക് എന്ന് പറയുന്നത്. അപ്പം ഈ ഒരു പുള്ളിക്കാരത്തി അത് കണ്ടുപിടിക്കാൻ വേണ്ടി ഇറങ്ങിത്തിരിക്കുകയാണ്. ഓക്കെ, ഇതൊരു ലൈഫ് ഓഫ് ഡെത്ത് സിറ്റുവേഷനാണ്. അപ്പം ഓൾറെഡി വെളിയിൽ നല്ല സ്റ്റോമും കാര്യങ്ങളൊക്കെ ഇങ്ങനെ വീശിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിനിടയിൽ കൂടെ നല്ല ഹെവി ആയിട്ടുള്ള റെയിനുണ്ട്. ഇപ്പോൾ പറക്കുന്നതെന്ന് പറഞ്ഞാൽ ഭയങ്കര പ്രശ്നമായിട്ടുള്ള കാര്യമാണ്. പക്ഷേ ആ റിസ്ക് എല്ലാം വകവയ്ക്കാതെ ക്രാഫ്റ്റിൽ പറക്കാമെന്ന് പറഞ്ഞുകൊണ്ട് കോർഡിനേറ്റ്സൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ കഥാപാത്രം. അപ്പം ഡയറക്ടർ ഇതിൻ്റെ ഈ ഫ്ലൈറ്റിൻ്റെ ഓപ്പറേറ്റർ ഇതാണെങ്കിൽ കോർഡിനേറ്റ്സൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ കൺട്രോൾസൊക്കെ നൈസാണ് കേട്ടോ. ഈ ഒരു ഫ്ലൈറ്റൊക്കെ പറപ്പിക്കാനായിട്ട് ഞാൻ വിചാരിച്ച് നമുക്ക് തന്നെ കൺട്രോൾ തരുമായിരിക്കുന്നു. പക്ഷേ ഈ ലെഫ്റ്റ് സൈഡിൽ കാണിച്ച കണക്കത്തെ ആരോയിലൊക്കെ നമ്മൾ കൊടുത്തു കഴിഞ്ഞെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് സാധനം തന്നെ കൊണ്ടുപോയിക്കോളും. ഞാനിത് ആദ്യമേ പറഞ്ഞു ഇതൊരു സ്റ്റോറി മോഡ് ഗെയിമാണെന്ന്. അപ്പം സ്റ്റോറി മോഡ് ഗെയിം ആയതുകൊണ്ട് തന്നെ കൂടുതലും കൺട്രോൾസ് വൈസിലും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവർ ഈ മ്യൂച്വലായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമേ തരത്തുള്ളൂ. അത് ലിമിറ്റഡ് ആക്സസേ കാണത്തുള്ളൂ. പക്ഷേ എനിക്കിതിൻ്റെ ഗ്രാഫിക്സ് ഒരു രക്ഷയില്ലാത്ത സാധനമാണ്. ഇത് മൊബൈലിലാണ് ഞാൻ കളിക്കുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റും? ഒരിക്കലും പറ്റത്തില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല കിഡിലൻ ഗ്രാഫിക്സാണ്. കിഡിലൻ ഗ്രാഫിക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിലും കൂട്ടാൻ പറ്റും. നല്ല ഹൈ എൻഡ് ഡിവൈസൊക്കെ ഉള്ളവർക്കാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിലും കൂട്ടാൻ പറ്റും. നല്ല കിഡിലൻ ഒരു രക്ഷയില്ലാത്ത ഗ്രാഫിക്സാണ്. പക്ഷേ ഈ പറഞ്ഞ ഗ്രാഫിക്സ് കൂടുമ്പോൾ ക്രാഷും വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ പറ്റും നല്ല നല്ല മൊമെൻറ്റ്സിലൊക്കെ നല്ല രീതിയിൽ ചെറുതായിട്ടൊക്കെ ഗെയിം ക്രാഷ് ആവുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് കണ്ടോ. അതായത് ഈ ഒരു ഫ്ലൈറ്റിൻ്റെ കൺട്രോൾ ഫുള്ള് ഈ ലെഫ്റ്റ് സൈഡിലുള്ള ആരോ അല്ലെങ്കിൽ റൈറ്റ് സൈഡിൽ വരുന്ന രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സ്വൈപ്പ് ചെയ്യുമ്പോഴാണ് പോകുന്നത്. ഒരു ഇങ്ങനെ പറന്നിറങ്ങുന്നതൊക്കെ ഒരു കക്ക PC കൺസോൾ ലെവലാണ്. എനിക്ക് ഒന്നും പറയാനില്ല. ഓക്കെ, ഇതാണ് ഈ ഒരു ഗെയിമിൻ്റെ പേരെന്ന് പറഞ്ഞാൽ ബ്രൈറ്റ് ഇൻഫിനിറ്റി മെമ്മറി. അപ്പം ഈ ഒരു ഗെയിമാണ് നമ്മളിന്ന് നോക്കാനായിട്ട് പോകുന്നത്. സോ ലെറ്റ്സ് ബിഗിൻ. അപ്പം നമ്മുടെ ഷെർല ലാൻഡ് അയക്കുന്നത് ഒരു വെള്ളത്തിലാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു വെള്ളത്തിലൊക്കെ റിഫ്ലെക്സും പിന്നെ അതേപോലെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ നിങ്ങൾ ഗ്രാഫിക്സിൽ മാക്സിമം നല്ല എഫിഷ്യൻ്റായിട്ട് കളിക്കാൻ പറ്റുന്നവരാണെങ്കിൽ നിങ്ങൾ കൺട്രോൾ ചെയ്ത് നോക്കുക. എന്തായിരുന്നാലും എൻ്റെ ഫോണിന് ലിമിറ്റഡ് ആയിട്ടുള്ളതേ ഉള്ളൂ. അപ്പം അതിന് പരിമിതിയിലുള്ള ഗ്രാഫിക്സാണ് ഞാൻ ഇട്ടേക്കുന്നത്. പക്ഷേ ഗ്രാഫിക്സ് കണ്ടോ നിങ്ങൾ, ഇത് ജസ്റ്റ് ഒരു സ്റ്റോറി മോഡിൽ ഇങ്ങനെയൊക്കെ നമുക്ക് കുറേ കാണാൻ പറ്റും. എന്നാലും ഒരു ഫോണിൽ 2.5 GB ഇപ്പം നിലവിൽ ഞാനിപ്പോൾ ഡൗൺലോഡ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഈ 2.5 GB മാക്സിമം എന്തുമാത്രം നന്നായിട്ട് കാണാൻ പറ്റും അത്രത്തോളം കിട്ടില്ലൊരു ഗ്രാഫിക്സാണ്. ഇതൊക്കെ നമ്മുടെ PC ലെവൽ തന്നെയാണ്, വേറെ ഒന്നും പറയാനില്ല. ആക്ച്വലി പെയ്ഡ് ഇട്ടേക്കുന്നതിലും കാര്യമുണ്ട് കേട്ടോ അവർ. ഓക്കെ,
ഇവിടെ ഗ്രൗണ്ടിൽ വന്ന ഉടനെ ഒരു മിലിറ്ററി ബേസ് ആയിട്ടൊരു ഫൈറ്റാണ്. ഓക്കെ, ഇതാണ് നമ്മുടെ കൺട്രോൾസ് കേട്ടോ. ഞാൻ കൺട്രോൾസൊക്കെ മാറ്റിയിട്ടുണ്ടായിരുന്നു. ശരിക്കും ഞാൻ ഗെയിം സെറ്റപ്പ് ചെയ്ത ടൈമിൽ ഞാൻ മാറ്റിയിട്ടുണ്ടായിരുന്നു. നമുക്ക് വെടിവയ്ക്കാനും പിന്നെ അതേപോലെ കത്തി കൊണ്ട് വെട്ടാനൊക്കെ പറ്റും. അപ്പം ഇതാണ് നമ്മുടെ വിഷ്വൽ എന്ന് പറയുന്നത്. ഇതൊരു മൊബൈൽ ഗെയിമാണെന്ന് നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ തോന്നുന്നു. കാരണം ഇങ്ങനത്തെ ഒരുപാട് ടൈപ്പൊക്കെ ഉണ്ടെങ്കിലും ഇതിൻ്റെ ഗ്രാഫിക്സ് റേഞ്ച് അതെനിക്ക് വല്ലാതെ അങ്ങ് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഓക്കെ, അപ്പം ഇനി നമുക്ക് സ്റ്റോറിയിലോട്ട് പോവാം. അപ്പോൾ നമ്മുടെ ഈ ഒരു പുള്ളിക്കാരത്തി ആ ഒരു ക്യാമ്പിൽ വന്നതിന് ശേഷം ക്യാമ്പിൽ നമുക്ക് ഒരുപാട് ഷൂട്ടൗട്ട് നടക്കുകയാണ്. അതായത് നമ്മുടെ പബ്ജിയൊക്കെ കളിക്കുന്നവർക്കാണെന്നുണ്ടെങ്കിൽ കൺട്രോൾസ് അറിയാം. അത് പബ്ജി ആയാലും കളർ ഓഫ് ഡ്യൂട്ടിയിലായിരുന്നാലും വരുന്നത് പോലെ 2 ഫയർ ബട്ടണും പിന്നെ അതേപോലെ ഇതിൽ ഓട്ടോ എയിം അല്ല കേട്ടോ, എയിം അസിസ്റ്റ് ഉണ്ട്, വേണമെങ്കിൽ ഇട്ട് കളിക്കുക, ഇല്ലെന്നുണ്ടെങ്കിൽ അത് ഓഫും ചെയ്യാം. അപ്പം അതിനെങ്ങനെയാണ് ആൾക്കാരെ വെടിവെക്കുന്നത് അതേപോലെ തന്നെയാണ്. മെയിനായിട്ട് ഈ പറഞ്ഞാണ് കാൾ ഓഫ് ഡ്യൂട്ടി ഒക്കെ കളിക്കുന്നവർക്ക് നല്ല രീതിയിൽ ഇതിൻ്റെ കൺട്രോൾ വശമായിട്ട് വരും. ഓക്കെ, ഇതിൻ്റെ ഗ്രാഫിക്സ് ഒന്നും പറയാനില്ല. ഓക്കെ, നിങ്ങൾ മുമ്പോട്ട് കാണും. ഞാൻ ഇതിൻ്റെയൊക്കെ ഇടയിൽ വന്നിട്ടാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകാനുള്ള വഴിയൊക്കെ തപ്പിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഈ ഇരിക്കുന്ന എല്ലാ ബട്ടണും യൂസ് ഉള്ളതാണ്. ഇതൊരു ഷീൽഡാണ്. അപ്പോൾ അവൻ പുഷ് ചെയ്യാൻ വേണ്ടി വന്ന ടൈമിൽ ഞാൻ അവിടെ ആ ഒരു ഷീൽഡിൻ്റെ ഇതാക്കിയതാണ്. ഓക്കെ, അടുത്തടുത്ത് പോകേണ്ട ഡെസ്റ്റിനേഷൻസ് ഒക്കെ നമുക്കിങ്ങനെ മാർക്കിൽ കാണിക്കും കേട്ടോ. അത് വെച്ച് നമുക്കിങ്ങനെ പോകാവുന്നതാണ്. ഓക്കെ, പുതിയൊരു സ്ഥലത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയതിന് ശേഷം ഇവിടെ വന്നേക്കുന്നത് ഒരു കാടാണ്. കാടിനുള്ളിലൊരു ക്യാമ്പ് എന്നാണ് തോന്നുന്നത് കേട്ടോ. ഇവിടെ കുറേ പട്ടാളക്കാരന്മാരുണ്ട്. അപ്പോൾ ഇവന്മാരെ എല്ലാത്തിനെയും നമ്മൾ കൊന്നു തള്ളണം. അപ്പം സത്യം പറയാനല്ല, ഞാൻ ഇവന്മാരെ വെടിവെക്കുന്നതിനിടയിൽ കുറേ പ്രാവശ്യം ഞാൻ ഇവിടുത്തെ സ്ഥലങ്ങൾ എന്നെ ഇങ്ങനെ ചുറ്റി നോക്കി നിന്നിട്ടാണ് ഇവന്മാരെയൊക്കെ വെടിവെച്ചത്. കാരണം എനിക്കെന്തോ എൻ്റെ ഗ്രാഫിക്സ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട്. പേഴ്സണലി ഫോണിൽ ലാഗ് ഉണ്ടെങ്കിൽ പോലും നല്ല രീതിയിൽ എനിക്ക് അങ്ങ് ഇഷ്ടപ്പെട്ടു. കാരണം ഓരോ സ്ഥലങ്ങളൊക്കെ ഇതായി. പിന്നെ പണ്ടേ നല്ലൊരു പട്ടാളക്കാരനായതുകൊണ്ട് ഈ പബ്ജിയും കാൾ ഓഫ് ഡ്യൂട്ടിയൊക്കെ കളിച്ച് വെടിവെച്ച് ഞാൻ ഭയങ്കര എക്സ്പേർട്ടാണെന്ന്. അതുകൊണ്ട് ഈ പറഞ്ഞ കണക്ക് ഇവന്മാരൊക്കെ വെറും സ്മോൾ ഫ്രൈസാണ്. എന്ത് പറയാനാണ്, ഒന്നുമല്ല. പിന്നെ ഈ പറഞ്ഞ പോലെ വെടി കൊണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ ചവിട്ടമാർ പടാർന്ന് ഹെൽത്തൊക്കെ കുറയുന്നതാണ്. പിന്നെ ഇതിനകത്ത് ഹീലിങ്സ് ഒന്നും ഇല്ല കേട്ടോ, ഓട്ടോമാറ്റിക്കായിട്ട് ഹീലാവും. വരുന്നവന്മാരെ നമ്മൾ വെടിവെച്ചിടുക. പിന്നെ ഈ എവിടെയൊക്കെ കയറിയാൽ ഒളിച്ചിരിക്കുന്നതെന്ന് പറയാൻ പറ്റത്തില്ല. നമ്മൾ ഒരു സ്റ്റേജിനകത്ത് വന്നു കഴിഞ്ഞെന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെയുള്ള എല്ലാവരെയും നമ്മൾ ക്ലിയർ ചെയ്യണം. അപ്പോൾ അവിടെയുള്ള എല്ലാവരെയും ക്ലിയർ ചെയ്യണം. ഇപ്പം ഞാൻ വന്നിട്ട് ഇവിടെ ഉള്ള എല്ലാവരെയും ക്ലിയർ ചെയ്തിട്ട് ഞാൻ ആ ഒരു എക്സിറ്റ് പോർട്ടിൻ്റെ അടുത്ത് പോയിട്ട് ഞാൻ വെളിയിലോട്ട് പോകാൻ വേണ്ടി നോക്കിയപ്പം അവിടെ നിന്ന് പോകാൻ പറ്റുന്നില്ല. അപ്പോഴെനിക്ക് മനസ്സിലായി ഇവിടെ വേറെ അവനെ ഒരുത്തനും കൂടെ പാത്തിരിപ്പുണ്ടെന്ന് കേട്ടോ. അപ്പോൾ അവനെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ തെക്ക് വടക്കാൻ അങ്ങോട്ടും കൂടെ കടന്ന് ഓടി കിടക്കുമായിരുന്നു. ഇതിപ്പോൾ അവനെ കണ്ടുപിടിക്കാനാണ് പേരെന്നുണ്ടെങ്കിലും ആക്ച്വലി ഈ ഒരു സ്ഥലം ചുറ്റി കാണാനായിരുന്നു ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കുറേ നേരം നടന്നത്. പക്ഷേ ആ ഒരാളെയും കൂടെ നമ്മൾ കൊന്നാലേ നമുക്ക് ഈ ഒരു സ്ഥലത്ത് നിന്ന് പോകാൻ പറ്റത്തുള്ളൂ. അപ്പം ഒരു ഏരിയയിൽ ഒരു കൗണ്ടർ സ്ഥലമാണ്. അതായത് ആ ഒരു സ്ഥലത്ത് വന്നു കഴിഞ്ഞെന്നുണ്ടെങ്കിൽ അവിടെയുള്ള എല്ലാ പട്ടാളക്കാരന്മാരെ നമ്മൾ കൊല്ലണം. അപ്പോൾ എല്ലാ എനിമീസിനും നമ്മൾ ഡിഫീറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് പോകാൻ പറ്റത്തുള്ളൂ. അങ്ങനെ ഞാൻ ഓടി നടന്നപ്പോഴാണ് ബാക്ക് സൈഡിൽ നിന്നൊരു അനക്കം വന്നു കേട്ടോ. അപ്പം അവിടെ അവൻ കാണുമെന്ന് പറഞ്ഞിട്ട് ഞാൻ അങ്ങോട്ട് പോവുക. അമ്പടാ, നമ്മൾ ഇറങ്ങി വന്ന ആ ഒരു പടി, ആ ഒരു സ്റ്റെയർ കേസിൻ്റെ അടുത്ത് വന്നപ്പോൾ അത് അവിടെ ഒരുത്തം പാത്തിരിപ്പുണ്ട് കേട്ടോ. അവനെയും കൂടെ കൊന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ ഈ ഒരു സ്റ്റേജ് അങ്ങ് ക്ലിയർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, നമുക്കിനി അടുത്ത പോവേണ്ട സ്ഥലം എന്ന് പറയുന്നത് ഈ ഒരു വേലിക്കടിയിൽ കൂടെ നമ്മൾ താഴേക്ക് ഇങ്ങനെ നുഴഞ്ഞു കയറണം. കറക്റ്റായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഇൻഫിൽട്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ എന്തായാലും പറയുന്നത്. ഇതെന്താണ് ജഗർനട്ടോ? ദൈവമേ, ഏതോ ഒരു ഭീമാകാരനൊക്കെ വന്നേക്കുന്നത് കേട്ടോ. ആക്ഷൻസ് ഒക്കെ സൂപ്പറാണ് കേട്ടോ. ഇതിൻ്റെ ഫൈറ്റിംഗ് ആനിമേഷൻസ് ഒക്കെ എന്ന് വെച്ചാൽ സ്ലോ മോഷൻ കൊടുക്കേണ്ടടുത്ത് സ്ലോ മോഷൻ, ഫയർ ചെയ്യുന്ന സമയത്ത് അങ്ങനെ ആ ഒരു ഇതിൽ ആക്ച്വൽ കോമ്പാക്റ്റ് ഉണ്ട് കേട്ടോ. ചുമ്മാ ഈ ഒരു വെടിവെപ്പ് മാത്രമല്ല ഈ ഒരു ഗെയിം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് കോമ്പാക്റ്റ് ഉണ്ട്. നമുക്ക് കത്തിയും കൊണ്ടുള്ള ഫൈറ്റൊക്കെ ഉണ്ട്. കത്തിയും കൊണ്ട് നമുക്ക് ബ്ലോക്ക് ചെയ്യാം. നമ്മളൊരു നിഞ്ച പോലെയൊക്കെയാണ്. നമുക്ക് ഇപ്പം നമ്മുടെ ലൈഫ് ഭയങ്കര കുറവായതുകൊണ്ടാണ് നമുക്കിപ്പോൾ ഇങ്ങനെ ഈ ഒരു ബ്ലറായിട്ടുള്ള രീതിയിൽ കാണുന്നത് കേട്ടോ. അപ്പോൾ നോർമലായി കഴിയുമ്പോൾ നോർമലായിട്ടുള്ള ഇതിൽ വരും. നമുക്ക് വെടിവെച്ച് കൊല്ലുന്നതിനേക്കാളും വെട്ടിക്കൊല്ലുന്നതായിരിക്കും നല്ലത്. ഓക്കെ, ചെറുക്കൻ അടികൊണ്ട് ക്ഷീണിച്ചിട്ടുണ്ട്. അപ്പോൾ എക്സിക്യൂഷൻ കൊടുത്തപ്പോൾ ആ ഒരു ആനിമേഷൻ നോക്കിയേ, നല്ല നൈസായിട്ടുള്ള സംഭവം. പക്ഷേ ഇവനെ കൊല്ലുന്ന അത്ര ഈസി ആയിട്ടുള്ള കാര്യമല്ല കേട്ടോ. എത്ര വട്ടം അടി ഉണ്ടായാലും ഞാൻ വീണ്ടും വരുവാടാന്ന് പറയുന്ന പോലെ വീണ്ടും വരുവാണ്. ഞാനാണെങ്കിൽ കയ്യിലുള്ള എസ്മാടം കത്തിയിട്ട് കുറേ വെട്ടി എന്നിട്ട് അവനങ്ങോട്ട് വീഴുന്നില്ലെന്നേ. അവസാനം വീണ്ടും കുറേ വെട്ടും കുത്തുമൊക്കെ കഴിഞ്ഞിട്ട് അവനെ ഞാൻ വെടിവെച്ചിട്ടാണ് ഞാൻ അവനങ്ങ് ഡിഫീറ്റ് ചെയ്തത്. കാരണം നല്ല രീതിയിൽ ഹെൽത്ത് ഉള്ളവനാണ്. അങ്ങനെ നമ്മൾ അവസാനം ആ മലമാടിനെ നമ്മൾ വെടിവെച്ച് വീഴ്ത്തിയിട്ടുണ്ട്. ഓക്കെ, താഴെ വീണ ഡെഡ് ബോഡീസൊക്കെ മാഞ്ഞു പോയി ഗൈസ്. അവരൊക്കെ എവിടെ പോയെന്ന് ഒരു പിടുത്തമില്ല കേട്ടോ. അത് നമുക്ക് കണ്ടോ, ഇത് അടുത്ത സ്ഥലത്ത് പോകാനുള്ളിടത്ത് പോയിട്ട് ജസ്റ്റ് ഒന്ന് ക്ലൈംബ് ചെയ്ത് കഴിഞ്ഞെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ വന്നിട്ട് ആമോസൊക്കെ കളക്ട് ചെയ്യാൻ പറ്റും. ഇത് ഓരോരോ ഇൻസ്ട്രക്ഷൻസ് ഇടയ്ക്കിടയ്ക്ക് കാണിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നോക്കി നിങ്ങൾക്ക് സാധനങ്ങൾ പിക്ക് ചെയ്യാം.
എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ളതിൻ്റെ ഫുള്ളായിട്ടുള്ള ഒരു ഇൻസ്ട്രക്ഷൻസ് അവർ തന്നെ തരുന്നുണ്ട്. അപ്പം നമുക്ക് എല്ലാ ഗെയിമിലും പോലെ തന്നെ അല്ലാതെ നമ്മൾ തന്നെ കണ്ടുപിടിക്കണമെന്നൊന്നുമില്ല, അവർ തന്നെ നമുക്ക് ഇങ്ങോട്ട് തരുന്നുണ്ട് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന്. ഓക്കെ, ഇതൊരു പൊട്ടിപ്പൊളിഞ്ഞ വീഡിയോ, ഇതിനകത്ത് ഇനി എന്തെങ്കിലും ഉണ്ടോ, ഇവിടെ എവനെങ്കിലൊക്കെ പാത്തിരിപ്പുണ്ടോ എന്നും കൂടെ നോക്കണം. കാരണം നമ്മളിപ്പോൾ എനിമിയുടെ ക്യാമ്പിലാണ്, അപ്പോൾ ഇവിടെ ഉറപ്പായിട്ട് എവനെങ്കിലൊക്കെ പാത്തിരിപ്പുണ്ടെങ്കിൽ അതും പ്രശ്നമാണ്. ഓക്കെ, ഈ ഒരു വേല് പൊട്ടിക്കണം. വേല് പൊട്ടിക്കാനൊക്കെ നൈസ് ആനിമേഷൻ കേട്ടോ. താഴെ എന്തുവാടാ ഇപ്പോൾ സംഭവിച്ചേ? ഈ ഒരു ബിൽഡിങ് മൊത്തം ഇപ്പോൾ താഴെ പൊളിഞ്ഞു വീണോ? അതാണ്ട പാത്തിരിക്കുന്നത്. ഞാൻ പറഞ്ഞില്ലേ ഇവിടെ എവിടെയെങ്കിലും ആൾക്കാർ കാണുമെന്ന്, കാരണം എനിക്ക് നല്ല ഉറപ്പായിരുന്നു. ആക്ച്വലി നമ്മൾ എനിമി ക്യാമ്പിലായിരിക്കുന്ന സമയത്ത് അവന്മാരുടെ സ്ഥലത്ത് ഇപ്പം നിഴലാണെങ്കിൽ പോലും നമ്മൾ പേടിക്കണമെന്നാണ്. യുവന്മാരല്ല, ഇനി യുവന്മാരുടെ അപ്പുറത്ത് ആര് വന്നാലും നമ്മളെ വെടിവെച്ചിടും, നമ്മളോടാണ് കളി. അതാണ്ട് അമ്പോ പറന്നും കൊണ്ടും കൊണ്ടെറിയുന്ന ഒരുത്തൻ, അതാ അവൻ ചുമ്മാ ഗുണ്ടുകാരി എറിഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ. അതിൻ്റെ ആ ഒരു ഇതിലാണ് ഹെൽത്ത് പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ കത്തിയും കൊണ്ടൊക്കെ മറ്റവനെ വെട്ടിയതുപോലെ വെട്ടാൻ പോയിട്ടുണ്ട്. ഓക്കെ, ആ ജഗർനെറ്റ് തന്നെയാണ് കേട്ടോ ഇത്. എനിക്ക് തോന്നുന്നത് ഇതേപോലത്തെ ഓരോ സോണിലായിട്ട് അവൻ്റെ അതേപോലത്തെ പവറുള്ള ആരെങ്കിലും കാണും. എനിക്കാണ് ലാഗ് കാരണം സ്ക്രീൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വെട്ടിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇതിൽ സ്പീഡിൽ ഓടേണ്ട ഒരു പവറുണ്ട്, അതാണ് നൈസ് എന്ന് പറയണത്. ഇപ്പം പെട്ടെന്ന് വെടിയൊക്കെ വരുന്ന സമയത്ത് ഹെൽത്തൊക്കെ കുറവാണെന്നുണ്ടെങ്കിൽ ആ സാധനം അടിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നൈസാണ്. അതിൻ്റെ ആനിമേഷൻ കണ്ടോ, ആ ഒരു വെട്ടി വീഴ്ത്തുന്നതിൻ്റെ. ഇപ്പം ഇവനെയും കൂടെ കൊന്നു കഴിഞ്ഞെന്നുണ്ടെങ്കിൽ ഈ ഒരു സോണ് ക്ലിയർ ആവുമെന്നാണ് തോന്നുന്നത്. ഈ ഒരു മലമാടിനെ തീർക്കുമ്പോൾ തന്നെ ഞാൻ ഒരു പരുവാകുമെന്നാണ് തോന്നുന്നത് കേട്ടോ. അതിനിടയിൽ കൂടെ വേറെ കുറേമാർ പിറകിൽ നിന്ന് വെടിവയ്ക്കുന്നു. എനിക്കാണ് നല്ല രീതിയിൽ ഹെൽത്തും പോകുന്നുണ്ട്, കാരണം 4 സൈഡിൽ നിന്ന് അറ്റാക്ക് വരുന്നുണ്ടൊന്നും ചെയ്യാനും പറ്റുന്നില്ല. എൻ്റെ ഡിഫൻസും വളരെ കുറവാണ്. മിക്കവാറും ഞാൻ പടമാവുമെന്നാണ് തോന്നുന്നത് കേട്ടോ. പടമായി കഴിഞ്ഞെന്നുണ്ടെങ്കിൽ നമ്മൾ അതെ പടമായിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ നമ്മൾ ഈ ഒരു മിഷൻ ഇതോടെ നിർത്തുന്നില്ല, നമ്മൾ വീണ്ടും ഇതിനെ കണ്ടിന്യൂ ചെയ്യുന്നതാണ്. അടുത്ത പ്രാവശ്യം ഇതിൽ എഫക്റ്റീവായിട്ട് വന്നിട്ട് അവന്മാരോടെ നമുക്ക് ഫൈറ്റ് എടുക്കേണ്ടതാണ്. സോ അതിനെന്തായിരുന്നാലും എനിക്ക് നിങ്ങളുടെ സപ്പോർട്ട് വേണം. സോ സപ്പോർട്ട് ചെയ്യില്ലേ ഗൈസ്? പ്ലീസ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത ബെല്ലൈക്കും കൂടെ ഒന്ന് എനേബിൾ ചെയ്യുക. പിന്നെ എങ്ങനെ ഉണ്ടായിരുന്നു ഈ വീഡിയോ എന്നുള്ളതും കൂടെ ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക. ഈ ഒരു ഗെയിമിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. സോ ചെക്കൗട്ട് ഗൈസ്.